ഹായ് ഫ്രണ്ട്സ്, അർജുനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് ആശകളായിരം, നമ്മളല്ല ഞാൻ. പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വന്ന ടൈം തൊട്ട് തന്നെ എനിക്ക് ചെറിയ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ആ എക്സ്പെക്റ്റേഷൻ എല്ലാം എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു എനിക്ക് പടം ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് പടത്തിൻ്റെ ജോണർ എന്ന് പറയുന്നത് ഒരു ഫാമിലി ഇമോഷണൽ എൻ്റർടൈനറാണ്. ഇമോഷണലി എനിക്ക് നല്ല രീതിക്ക് കണക്റ്റായി പടം. കാരണം സിനിമ സ്വപ്നം കാണുന്നവരും സ്വപ്നം കണ്ടിട്ട് അത് നടക്കാതെ പോയവർക്കും പെട്ടെന്ന് കണക്റ്റ് ആവുന്ന ഒരു പടമാണ്. എസ്പെഷ്യലി ഇത് എടുത്തു പറയേണ്ടത് ജയറാമേട്ടനും കാളിദാസുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമായിട്ടാണ് എടുത്തു വച്ചിരിക്കുന്നത്. എസ്പെഷ്യലി പഴയ വിൻറ്റേജ്, അതായത് 90s കാലഘട്ടത്തിലെ ഒരു ഫാമിലി സ്റ്റാർ ജയറാമിനെ ഈ പടത്തിലൂടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ആ കാലഘട്ടം ശരിക്കും ഓർത്തു പോകും. കാരണം ജയറാമേട്ടൻ അത്ര അടിപൊളിയായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജയറാമേട്ടൻ ഒരു ട്രിബ്യൂട്ട് കൊടുത്തിരിക്കുന്ന പോലെയാണ് ഡയറക്ടർ പ്രജിത്ത് ഇതിൽ. അതിൽ പുള്ളി നല്ല രീതിക്ക് വിജയിച്ചിട്ടുമുണ്ട്. കാരണം ജയറാമേട്ടൻ്റെ കുറച്ച് ട്രോൾ മെറ്റീരിയൽസ്, പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജയറാമേട്ടൻ്റെ ഒരു പാട്ട്, ഇതൊക്കെ നല്ല രീതിക്ക് പടത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ്റെ ഒരു വിളയാട്ടം തന്നെയാണ് പടത്തിൽ. ആ വിൻറ്റേജ് ജയറാമേട്ടനെ ശരിക്കും ആ ടൈമിൽ ഞാൻ തിയേറ്ററിൽ ഇരുന്ന് ഓർക്കുമായിരുന്നു. ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒരു മലയാളം പടം ചെയ്താൽ മതി ജയറാമേട്ടൻ, ഞങ്ങൾക്കൊക്കെ അത്ര സന്തോഷമാണ്. പിന്നെ ജയറാമേട്ടനെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തതിൽ ഡയറക്ടർ പ്രയത്നോട് ഒരുപാട് നന്ദി. അപ്പോൾ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ത്രെഡാണ് പടത്തിൻ്റെ. അതായത് ഫാമിലികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് പടത്തിൻ്റെ സ്റ്റോറി വരുന്നത്. അത്യാവശ്യം നല്ലപോലെ ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു വീക്കെൻഡിൽ തിയേറ്ററിൽ പോയി തന്നെ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. പടത്തിൻ്റെ കൂടുതൽ ത്രെഡും കാര്യങ്ങളൊന്നും ഞാനൊന്നും പറയുന്നില്ല. പിന്നെ പടത്തിൻ്റെ നമുക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ ആക്ടേഴ്സ് വരുന്നത് ജയറാമേട്ടൻ, പിന്നെ കാളിദാസ് ജയറാം, അതേപോലെ ആശാ ശരത്ത്, ഷറഫുദ്ദീൻ ഉണ്ട്, പിന്നെ രമേഷ് പിഷാരടി, ഇവരൊക്കെയാണ് മെയിൻ ലീഡ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ അച്ഛൻ മകൻ കോംബോ കാണാൻ നല്ല രസമാണ്. അതിൽ തന്നെ നമുക്ക് ക്ലൈമാക്സ് ഒരു സീനുണ്ട്. ആ സീൻ നമുക്ക് പടം ഇമോഷണലി കണക്ട് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഫീൽ ചെയ്യുക. അതിൽ ക്ലൈമാക്സ് ഒരു സീൻ ആശാ ശരത്ത് പടം ത്രൂ ഔട്ട് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഒരു സ്പെസിഫിക് സീൻ വരുമ്പോൾ ഇവരുടെ ഫാമിലി ആയിരുന്നെങ്കിലും അത് നമ്മൾ ഓർത്തു പോകും. അതായത് ജയറാം, കാളിദാസ്, പിന്നെ നമ്മുടെ പാർവതി ചേച്ചി ആയിരുന്ന ആ ക്യാരക്ടറിലെന്ന് നമ്മൾ ഓർത്തു പോകും. എനിക്കങ്ങനെ ഫീൽ ചെയ്ത് കേട്ടോ. കാരണം അത്ര അഫക്റ്റ് ചെയ്താണ് ഞാൻ ആ പടം കണ്ടത്. നല്ലപോലെ ഇഷ്ടമായി എനിക്ക്. പിന്നെ ഇതിൽ നമ്മുടെ ക്രൂവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ജി പ്രജിത്താണ് ഡയറക്ടർ. പുള്ളി നേരത്തെ ചെയ്തിട്ടുള്ള പടം എന്ന് പറയുമ്പോൾ നമ്മുടെ മടക്കൻ സെൽവി നിവിൻ പോളിയുടെ, അതിൻ്റെ തന്നെ മേഡം ഇത് അബ്ബായി എന്നും പറഞ്ഞ് പുള്ളി തെലുങ്കിൽ തന്നെ സെയിം പടം റീമേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ ഗോകുലൻ ചേട്ടൻ, പിന്നെ ചൂട് ആൻ്റണി ജോസഫാണ് വേറെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം. കാരണം ജയറാമേട്ടൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സ്റ്റോറി കാരണം ഇവരെ രണ്ടുപേരെയും വെച്ച് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ കിടപ്പുണ്ട്, അപ്പോൾ നിങ്ങൾ രണ്ടും ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് ജയറാമേട്ടനോട് ചൂട് ആൻ്റണി പറഞ്ഞതായിട്ട് ജയറാമേട്ടൻ റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്തായാലും പുള്ളിയുടെ ആ ഒരു വ്യൂ ഒരു തെറ്റായില്ല. കാരണം രണ്ടുപേർക്കും പറ്റിയൊരു സ്റ്റോറിയാണത്. പിന്നെ ഒരാളുടെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഇഷാനി കൃഷ്ണ പടത്തിലുണ്ട്. അപ്പോൾ ജൂഡ് ആൻ്റണി ജോസഫാണ് റൈറ്ററും ക്രിയേറ്റീവ് ഡയറക്ടറും, പിന്നെ അരവിന്ദ് രാജേന്ദ്രൻ മറ്റൊരു ഡയറക്ടർ, പിന്നെ സനൽദേവാണ് മ്യൂസീഷ്യൻ, അതേപോലെ സ്വരൂപ് ഫിലിപ്പ് സിനിമാറ്റോഗ്രാഫി, ഷെഫീഖ് ബീബി എഡിറ്റർ. അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണണം. അത് മാത്രമല്ല, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സോളറ്റ് എന്നാണ് അവൻ്റെ പേര്, അവനും ചെറിയൊരു ക്യാമിയോ ഗസ്റ്റ് റോൾ പോലെ പടത്തിലുണ്ട്. അപ്പോൾ അവനും ഇതേപോലെ സിനിമ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അവൻ ഇനിയും നല്ല നല്ല ക്യാരക്ടർ ഭാവിയിൽ കിട്ടട്ടെ എന്ന് അവനൊരു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പടം എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ജയറാമേട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം, നല്ലൊരു ഫീൽ ഗുഡ് പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ ബൈ.